ഇപ്പോൾ ഓൺലൈൻ ഡേറ്റിങ്ങിന്റെ കാലമാണ്. അത് നമ്മൾ വിദേശ നാടുകളിലോ അന്യഭാഷകളിലോ അല്ല, മലയാളത്തിൽ പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ നല്ല ബന്ധങ്ങൾ കണ്ടുപിടിക്കാം, എങ്ങനെ ചതിക്കുഴിയിൽ വീഴാതെ നമുക്ക് രക്ഷപ്പെടാം, രണ്ടും നമുക്ക് നോക്കണമല്ലോ. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു നല്ല ബന്ധം തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് എങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻഡ് ഒതന്റിക് പ്രൊഫൈൽ. നിങ്ങളുടെ ഒതന്റിക് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഈ അടുത്ത് എടുത്തിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് വേറൊരാളെ പോലെ ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ആകരുത്. നിങ്ങൾ ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കുറെ ഫിൽറ്റർ അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നേരിട്ടുള്ള നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ആധാർ കാർഡിലെയോ ഐഡന്റിറ്റി കാർഡിലെയോ ഫോട്ടോ പോലെ ഇരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ പ്രൊഫൈലിലുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വല്ല മമ്മൂട്ടിയെ പോലെ ദുൽഖർ സൽമാനെയൊക്കെ പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയൊന്നും ആകരുത്. ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കണം അവിടെ കാണിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ചിട്ട് മാന്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. കാരണം ഡേറ്റിങ്ങിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരാളാണോ അപ്പുറത്തുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം. പക്ഷേ ഇതിനകത്ത് ഈ ഫാന്റസി കടന്നു കൂടാതെ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതുപോലുള്ള ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങ് പിടിപ്പിക്കും നമ്മൾ മേലോട്ട്, അല്ലേ? അങ്ങനെ ഒരാൾ ഭൂമിയിൽ ജനിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല, അത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരാൾ. അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. നിങ്ങൾ ആക്ച്വലി എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് മാത്രം എഴുതി വെച്ചാൽ മതി. ചുമ്മാ വെള്ളം ചേർത്തിട്ടൊന്നും എഴുതരുത്. സോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേയിങ് സേഫ് ആയിട്ട് ഇരിക്കുക. അതായത് പല ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസും എത്രത്തോളം സെക്യൂർഡ് ആണെന്നുള്ളത് നമുക്കറിയില്ല. പല തട്ടിപ്പ് തരികള അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോട്ടോസ്, വാട്ടെവർ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ചോർന്നു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അത് ആ പ്ലാറ്റ്ഫോമിന്റെ സെക്യൂരിറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം സെക്യൂർഡ് ആണെന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള ഒരു കാര്യമല്ല. പറഞ്ഞു വരുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് മാത്രം ഉപയോഗിക്കുക. അതേതെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് ഞാൻ ചുമ്മാ ഒരു പരസ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതെന്തായാലും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട. കാരണം നിങ്ങളുടെ ഈ പ്രൊഫൈൽ ചോർന്നാൽ പോലും നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമുണ്ടാകാത്ത രീതിയിൽ മാത്രമേ അതിനകത്ത് കാര്യങ്ങൾ കൊടുക്കാവൂ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും അതിനകത്തേക്ക് കൊടുക്കണ്ട. സ്റ്റേയിങ് സേഫിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡേറ്റിംഗ് വഴിയെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വരും. ഫസ്റ്റ് മീറ്റിംഗ്. ആ ഫസ്റ്റ് മീറ്റിംഗ് ഒരിക്കലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള, ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു മേഖലയിൽ, ഒരു ഏരിയയിൽ ഒരിക്കലും ആകരുത്. ഒരു പബ്ലിക് പ്ലേസ് തന്നെ അതിനുവേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം. സ്വകാര്യമായിട്ടുള്ള, ആരുമില്ലാത്ത വിജനമായിട്ടുള്ള ഒരു സ്ഥലം ഒരു കാരണവശാലും ഫസ്റ്റ് മീറ്റിങ്ങിന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. അപ്പൊ സെക്കൻഡ് മീറ്റിങ്ങിനോ വേണ്ട. എന്തിന്? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് പല രീതിയിലും നിങ്ങൾ അന്വേഷിച്ചും അല്ലാതെയും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്വകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആളില്ലാത്ത, ശല്യമില്ലാത്ത ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ചിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഇന്നത്തെ കാലത്ത് ആണായാലും ശരി പെണ്ണായാലും ശരി ചതിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനേജിങ് എക്സ്പെക്ടേഷൻസ്. നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങളൊന്ന് മാനേജ് ചെയ്യണം. ഓൺലൈൻ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വഴിവെക്കുന്ന ഒന്നൊന്നുമല്ല. അതൊരു സൊല്യൂഷൻ മാത്രം, പരസ്പരം കണ്ടുമുട്ടാനുള്ള ജസ്റ്റ് ഒരു സൊല്യൂഷൻ മാത്രം. അതിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രണയവും സക്സസ് ആവും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പും നിങ്ങളുടെ വായിലിരിപ്പും നിങ്ങളുടെ വീട്ടിലിരിപ്പും ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടിരിക്കും. പിന്നെ പറഞ്ഞു വരുന്നത്, എടുത്തു ചാടി നിങ്ങളൊരു ഡിസിഷനിലേക്ക് അതുകൊണ്ട് പോകണ്ട. നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ കണ്ടു കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തെന്നിരിക്കും. സോ അതിന് ക്ഷമ ആവശ്യമാണ്. നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരാളെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. എടുത്തു ചാടി ഒരാൾ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടുകൂടി നമ്മൾ അതിലേക്ക് അങ്ങ് പോയിട്ട് ചാടുന്ന പരിപാടി വേണ്ട. സമയമെടുത്ത് ചിന്തിച്ച് തീരുമാനിക്കുക. കാരണം ഇത് നിങ്ങളുടെ ലൈഫാണ്. ഒരു സെക്കൻഡ് ഇന്നിങ്സിന് ഇനി നിങ്ങൾക്ക് കാത്തിരിക്കുന്നൊന്നുമില്ല. ഇത് ഫെയിലായാൽ രണ്ടാമത് എന്ന് പറയാൻ. ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ പറഞ്ഞു വരുന്നത്, ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷയിൽ ഒരുപാട് നമ്മളങ്ങ് കയറി ചിന്തിക്കേണ്ട. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ജനങ്ങൾക്ക് ഉള്ള ക്വാളിറ്റീസ് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരുപാട് നിങ്ങൾ ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചിട്ടും ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആയി പോകും. കാരണം അതുപോലുള്ള ആളുകൾ ഉണ്ടാകണം എന്നില്ല. ഇനി പ്രായത്തിന്റെ കാര്യത്തിൽ വരുന്ന
റിലേഷൻഷിപ്പ് ഉണ്ട്, ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ കുറെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് കൂടി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് പോകണം എന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒന്നായിരിക്കാം പ്രായത്തിനകത്തുള്ള ഈ ഒരു അന്തരം. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ മെച്യൂരിറ്റി ലെവൽ, പക്വതയുടെ ആ ഒരു തലം, കൾച്ചറൽ ഡിഫറൻസസ്, ഇതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കണം ഇതുപോലുള്ള പ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ. കാരണം നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന ആള് നിങ്ങളുമായിട്ട് ഒരുപാട് പ്രായത്തിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ അത്തരം ആളുകളെ ഓക്കെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ചലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രായത്തിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റേ പാർട്ട്ണർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. യങ്ങായിട്ടുള്ള ഒരാളുടെ കാഴ്ചപ്പാടിലുള്ളതായിരിക്കില്ല പ്രായമുള്ള ഒരാളുടെ കാഴ്ചപ്പാടിലുള്ളത്. സോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരും പ്രണയത്തെ എൻജോയ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ചലഞ്ചുകളായിട്ടും മാറും. സോ ഒരാളുടെ ഒരു ആംഗിൾ ഓഫ് വ്യൂ ആയിരിക്കില്ല മറ്റൊരാളുടെ. ഒരാൾ പ്രണയത്തെ പെർസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരാൾ ഒരുപാട് ഫാന്റസി ഉള്ള ആളായിരിക്കും, ഒരാൾ ഫാന്റസി ഇല്ലാത്ത ഒരാളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചാൻസസ് അവിടെ ഉണ്ട്.